അത്ഭുതം എന്ന് പറയട്ടെ, 21 ദിവസമാണ് അദ്ദേഹം ട്രീറ്റ്മെന്റ് എടുത്തത്. ഈ 21 ദിവസത്തിന്റെ ഇടയ്ക്ക് അദ്ദേഹം എബോവ് 95% റിക്കവറി. പേഷ്യന്റ് പറയുന്നത് 100% പുള്ളി ഓക്കെ, പക്ഷേ എങ്കിൽ നമ്മൾ കണക്ക് ഒരു എബോവ് 95% പേഷ്യന്റ് റിക്കവേർഡ് ആയി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒമർ എന്ന് പറഞ്ഞ 47 വയസ്സുള്ള ഒരു സ്ട്രോക്ക് പേഷ്യന്റിന്റെ കേസ് ഹിസ്റ്ററിയാണ്. അദ്ദേഹം സ്ട്രോക്ക് പറ്റാനുള്ള കാരണങ്ങൾ കാരണം അദ്ദേഹത്തിന് പല കോമോർബിഡിറ്റീസും ഉണ്ട്. അതായത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു, ഡിസ്ലിപ്പിഡിമിയ ഉണ്ടായിരുന്നു, അദ്ദേഹം ക്രോണിക് സ്മോക്കർ ആയിരുന്നു. ഇങ്ങനെയുള്ള അദ്ദേഹം സ്ട്രോക്ക് പറ്റി ഏകദേശം 2 ആഴ്ചത്തോളം എമർജൻസി മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അവിടുന്ന് എമർജൻസി മാനേജ്മെന്റ് കഴിഞ്ഞതും അദ്ദേഹം നേരിട്ട് നമ്മുടെ ഇന്റഗ്രേറ്റഡ് സ്ട്രോക്ക് റിഹാബ് പ്രോഗ്രാമിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്. നമ്മുടെ ഗാർഡൻ ഹോസ്പിറ്റലിലേക്ക് വരികയുണ്ടായി. അദ്ദേഹം വന്ന ഉടനെ തന്നെ നമ്മുടെ അനീഷ് ഡോക്ടർ അടങ്ങുന്ന ഇന്റഗ്രേറ്റഡ് PMR ടീം അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യുകയും നമുക്ക് മനസ്സിലായത് ഒരു റൈറ്റ് സൈഡ് ഹെമി പാരസിസ് എന്ന് പറയുന്ന ഒരു ലെവലുള്ള സ്ട്രോക്കായി. അതിൽ അദ്ദേഹത്തിന്റെ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കയ്യിലും കാലിനും ഒക്കെ വീക്ക്നെസ് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ഫൈൻ മോട്ടോഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളിക്ക് ചെയ്യാൻ ഭയങ്കര പ്രയാസം കാര്യങ്ങളുണ്ടായിരുന്നു. ഈവൻ സ്പീച്ചിലാണെങ്കിലും ഈ ഫൈൻ മോട്ടോർ ആണെങ്കിലും പുള്ളിയുടെ വാക്കിംഗ് പാറ്റേൺ, ഗേറ്റ് പാറ്റേണിലാണ് എല്ലാ ഡൊമൈനിലും അദ്ദേഹം പെർഫെക്റ്റ്. അദ്ദേഹത്തെ ആദ്യമായി കാണുന്ന ഒരാൾക്ക് അദ്ദേഹം സ്ട്രോക്ക് വന്ന പേഷ്യൻ്റ് ആണെന്നുള്ളത് തോന്നില്ല. ആ രീതിയിലുള്ള റിക്കവറി അദ്ദേഹത്തിന് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇൻ്റഗ്രേറ്റഡ് റിഹാബിലൂടെ നമുക്ക് ഒരു സമയപരിധി ഇല്ലാതെ തന്നെ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു 8-9 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്.